പ്പോൾ അവരത് പ്രവേശിക്കാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ അനുസരണയില്ലാത്ത ഒരു വിഭാഗമായിരുന്നു ഇസ്രായേലി സമൂഹം. ഇന്നും അനുസരണയില്ലല്ലോ. ഈ കുഞ്ഞു മക്കളെ അടക്കം കൊന്നൊടുക്കുന്നത് പാടില്ല എന്ന് UN അടക്കമുള്ള ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പറഞ്ഞിട്ട് പോലും അഭയാർത്ഥി ക്യാമ്പിലേക്ക് നിങ്ങൾ പോകണമെന്ന് പറഞ്ഞ് അഭയാർത്ഥി ക്യാമ്പിലേക്ക് താമസം മാറിയിട്ട് പോലും ആ അഭയാർത്ഥി ക്യാമ്പിലുള്ളവരെ പോലും നിഷ്ഠൂരം വധിക്കുന്ന ഈ വൃത്തികെട്ട വർഗം ഇവർ ഇന്നല്ല, ഇനി എത്രത്തോളം ഖിയാമത്ത് നാളിന് അവസാനം വരെ ഇവർ അനുസരണയില്ലാത്ത വർഗമാണ്. ഇത് ഖുർആൻ പറഞ്ഞ കാര്യമാണ്. ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വളരെ കഷ്ടപ്പെടുത്തി ഒരുപാട് പരീക്ഷണങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്. കാരണം അനുസരണയില്ലാത്ത വർഗമാണ്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ എന്ത് പരാതിയുമായിട്ട് വരുന്നത് ഇസ്രായേലികളാണ്, എല്ലാ പരാതിയും. അപ്പോൾ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ തീരുമാന പ്രകാരം കാര്യങ്ങൾ പറയും, പക്ഷെ ഇവരത് അനുസരിക്കൂല. അങ്ങനെയാണ് ഒരു കൊലയുമായി ബന്ധപ്പെട്ട് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇസ്രായേലികളെ സമീപിക്കുന്നത്. ഞങ്ങൾ ഒരാൾ കൊല ചെയ്യപ്പെട്ടു, അതുകൊണ്ട് പ്രവാചകരെ നിങ്ങൾ അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത വ്യക്തിയാണല്ലോ, ഒന്ന് പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് അതിനൊരു പരിഹാരം കാണാൻ കഴിയും. അതാരാണെന്ന് ഖാദുകനെ കണ്ടുപിടിക്കാൻ കഴിയും. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുമായി ബന്ധപ്പെട്ടപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല സിമ്പിളായ ഒരു മറുപടി പറഞ്ഞു. വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി اذكروا يا قوم إذ قال موسى لقومه يا قوم اذبحوا بقرة. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, മൂസ അവരോട് ഒരു മൃഗത്തെ അറക്കാൻ പറ, ഒരു പശുവിനെ അറുത്ത് അതിന്റെ തോലെടുത്ത് ആ കാണുന്ന മൃതശരീരത്തിൽ അടിച്ചാൽ ആരെന്ന് മനസ്സിലാകും. സിമ്പിളായിട്ട് പറഞ്ഞു കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തോട് പറഞ്ഞു. മൂസ നബി അത് സ്വീകരിച്ചു. മൂസ നബി അത് അവരുടെ അനുയായികളോട് പറഞ്ഞു, നിങ്ങളൊരു പശുവിനെ നിങ്ങൾ അറക്കണം, അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഉടനെ അവർ പറഞ്ഞു, ഖാലൂ വതത്തഖിദുനാ ഹുസ്വാ, നീ എന്ത് മൂസ ഞങ്ങളെ പരിഹസിക്കുകയാണോ? നീ എന്ത് ഞങ്ങളെ പരിഹസിക്കുകയാണോ? ഞങ്ങൾ ഒരു ഖാദുകന്റെ കാര്യം അന്വേഷിക്കാൻ വന്നപ്പോ പശുവിനെ ഇറക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എന്താ? ഞങ്ങളെ നീ കളിയാക്കുകയാണോ, പരിഹസിക്കുകയാണോ? അല്ലാഹുവേ, കണ്ടോ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഇസ്രായേലി വർഗത്തിന്റെ വിഷയം പറയുന്ന കൂട്ടത്തിൽ മുഴുവനും ആയത്തുകൾ പരിശോധിച്ചറിയാം, ഇവന്മാര് വിവരമില്ലാത്തവന്മാരാണ്, ഇവന്മാര് ജാഹിലീങ്ങളാണ്, വിവരം കെട്ടവന്മാരാണെന്ന മൂസ നബിയുടെ അനുയായികളെ കുറിച്ച് മൂസ നബി പറഞ്ഞത്. എന്നാൽ നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ അനുയായികളെ കുറിച്ച് പറഞ്ഞെന്താ? അസ്ഹാബി കന്നുജൂം, എന്റെ അനുചരന്മാർ, എന്റെ അനുയായികൾ നക്ഷത്ര തുല്യരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, എന്റെ അനുയായികൾ നക്ഷത്ര തുല്യരാണ്. എന്നാൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളെ കുറിച്ച് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞെന്താ? വിവരമില്ലാത്തവന്മാരാണ് ഇവന്മാർ, വിവരമില്ലാത്ത വിഡ്ഢികളായി പോയല്ലോ പടച്ചവനെ. അന്നേ ആ ശാപപ്പേരിന് അർഹരായവരാണ്. ലുഇനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം ദാലിക ബിമാ അസൗ വകാനൂ യഅതദൂൻ കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ ലബിഅസ മാ കാനൂ യഫ്അലൂൻ. لعن الذين كفروا من بني إسرائيل على لسان داوود وعيسى بن مريم. നോക്കണേ, ഓരോ പ്രവാചകന്മാരുടെ ശാപം ഏറ്റുവാങ്ങിയവന്മാരാണ് ഈ വർഗം. ഗുണം പിടിക്കൂല, ഈ ഖിയാമം വരെ ഈ വർഗം ഗുണം പിടിക്കൂല. ഇവര് തിരിയാനും മനസ്സിലാക്കാനും ഈ അക്രമങ്ങളിൽ നിന്ന് പിന്തിരിയാനും ഇവർ പോകില്ല. കാരണം ശാപം ഏറ്റ വർഗമാണ്. ആരുടെ ശാപം? നമ്മളെ പോലെ സാധാരണക്കാരന്റെ ശാപമല്ല, പ്രവാചകന്മാരുടെ ശാപമേറ്റ വർഗമാണ് ഇസ്രായേലികൾ. ഈ ജൂതവർഗം പ്രവാചകന്മാരുടെ ശാപമേറ്റവരാണ്. ഈ പ്രവാചകന്മാരുടെ ശാപമേറ്റവർ എന്തെങ്കിലും രക്ഷപിടിച്ച ചരിത്രമുണ്ടോ? രക്ഷപിടിക്കുകയില്ല. ഖുർആൻ പറഞ്ഞ വാക്കാണ് ലൂഇന, അവർ ശപിക്കപ്പെട്ട വർഗമാണ്. കഫറൂ മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം. ദാവൂദ് നബിയുടെ നാവാലും ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാവാലും ഇനി ഓരോ പ്രവാചകന്മാരെ കുറിച്ച് അല്ലാഹ് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ചരിത്രം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ളിലേക്ക് പരതി നോക്കുമ്പോൾ
നോക്കുമ്പോ ഓരോ പ്രവാചകന്മാരുടെ നാവിലൂടെയും ഇവർ ശപിക്കപ്പെട്ട വർഗമായി മാറി. അവരുടെ അഹങ്കാരങ്ങൾ കൊണ്ടും അതിക്രമങ്ങൾ കൊണ്ടും ആഭാസങ്ങൾ കൊണ്ടും ഇവർ ശപിക്കപ്പെട്ടവരായി. ഏതൊരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യും ഇവർ. ഇതായിരുന്നു ഇവിടെ സ്വഭാവം. ഇപ്പോൾ കാണുന്ന അങ്ങനല്ലേ? കുഞ്ഞുങ്ങളെ കൊല്ലരുത്, അഭയാർത്ഥി ക്യാമ്പിലേക്ക് നിങ്ങൾ ജനീവ കരാർ പ്രകാരം ഇത് തെറ്റാണ്, അങ്ങനെ ചെയ്യരുത് എന്ന് ലോകം മൊത്തം വിളിച്ചു പറഞ്ഞിട്ടും, ജൂതന്മാര് പറഞ്ഞിട്ടും, ഇന്ന് നിലനിൽക്കുന്ന ഇസ്രയേലിലുള്ളവർ പറഞ്ഞിട്ടും ഈ ജൂതവർഗം അത് കേൾക്കാൻ തയ്യാറല്ല. അതാണ് രസം. ഇവരെന്ന് പറഞ്ഞാൽ ഇവരുടെ സ്വഭാവം ഒരു നിലയ്ക്കും അനുസരണയില്ലാത്ത വർഗമാണ്. ഇന്ന ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യും. ദുഷിച്ച കാര്യങ്ങളെ ഒഴിവാക്കണമെന്ന് പ്രവാചകന്മാർ പറയുമ്പോൾ അത് സ്വീകരിക്കുകയില്ല. ആ ദുഷിച്ച കാര്യങ്ങൾക്ക് കൂടുതൽ പ്രേരണ നൽകുകയും അതവർ ആവർത്തിക്കുകയും ചെയ്യും. അങ്ങനെയായിരുന്നു ഇവരുടെ സ്വഭാവം. അതാണ് ഇവര് പറഞ്ഞു. എന്തെങ്കിലും ഒരു വിഷയം പറയുമ്പോ ഞങ്ങൾ ആരെന്നറിയോ? വഖാലത്തിൽ യഹൂദു വന്നസാറാ നഹ്നു അബ്നാഉല്ലാഹി വഹിബ്ബാഉ. ഞങ്ങൾ എന്ത് അനുസരിക്കണം മൂസ? ഞങ്ങൾ അല്ലാഹുവിന്റെ മക്കളാണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ മക്കളാണ്, ദൈവപുത്രന്മാരാണ് ഞങ്ങൾ. ഞങ്ങൾ എന്തിനനുസരിക്കണം? ഞങ്ങൾ ഭൂമിയിൽ വാഴ്ത്തപ്പെട്ടവരാണ്, ദൈവത്തിന്റെ ഇഷ്ടദാസന്മാരാണ്, ഇഷ്ടപുത്രന്മാരാണ്. അതുകൊണ്ട് ഞങ്ങൾ നിന്നെ അനുസരിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് എല്ലാ പൊരുത്തവും തൃപ്തിയും ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇവര് പറഞ്ഞ വാക്കാണ് വഖാലത്തിൽ യഹൂദു വന്നസാറാ നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉ. ഞങ്ങൾ അള്ളാന്റെ സന്താനങ്ങളാണ്, അള്ളാന്റെ ഇഷ്ടദാസന്മാരാണ്, അവരാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് നീയും നിന്റെ സമുദായം നീ ഇഷ്ടപ്പെടുന്നവരുമായിട്ട് പൊയ്ക്കോളി, ബൈത്തുൽ മുഖദ്ദസിലേക്കോ എങ്ങോട്ടോ പൊയ്ക്കോ, ഞങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റൂല. അതാണ് അപ്പൊ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മൃഗത്തെ അറക്കാൻ പറഞ്ഞപ്പോ അങ്ങ് അറുത്താ മതി. അങ്ങനെ ഓരോന്ന് ചോദിച്ചു. എങ്ങനത്തെ പശു, അതിന്റെ കളർ എന്താ, അതിന്റെ കോല എന്താ, അതിന്റെ വയസ്സെത്ര, അതെങ്ങനെയായിരിക്കണം, എങ്ങനെ അറുക്കണം, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അലഊദു ബില്ലാഹി അൻ നകൂന മിനൽ ജാഹിലീൻ. ഈ വിവരമില്ലാത്ത ജനതയിൽ നിന്ന് അല്ലാഹ് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഒരു കാര്യം പറഞ്ഞ അനുസരിക്കലാണ്, അനുസരണ ഇല്ലാത്ത വർഗ്ഗമാണ്. അപ്പൊ ഇവരെ കുറിച്ച് അല്ലാഹ് എന്താ ഖുർആനിൽ പറഞ്ഞത്? ഈ അനുസരണ കട്ട വർഗത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞ വാക്കെന്താ? ثُمَّ قَسَتْ قُلُوبُكُم مِّن بَعْدِ ذَلِكَ فَهِيَ كَالْحِجَارَةِ أَوْ أَشَدُّ قَسْوَةً. അല്ലാഹ് പറഞ്ഞ വാക്ക കൽ ഹൃദയങ്ങളാണ് ഈ ജൂതവർഗം. കൽഹൃദയങ്ങളാണ് ഈ ജൂതവർഗം. കല്ലിനുമുണ്ട്, കല്ലും ചിലപ്പോ നമ്മളോട് കരുണ കാണിക്കും. അല്ലാഹു പറയാ വഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. ചില കല്ലുകൾ പൊട്ടിപ്പിളർന്ന് അതിൽ നിന്ന് വെള്ളം അല്ലാഹു നമുക്ക് നൽകുന്നു. ചില കല്ലുകൾ കരയുകയാണ്. ചില കല്ലുകൾ മുകളിൽ നിന്ന് പർവ്വത സാനുക്കളിൽ നിന്ന് സമുച്ചയത്തിൽ നിന്ന് അല്ലാഹയെ ഭയപ്പെട്ട് താഴേക്ക് വീഴുകയാണ്. ചില കല്ലുകൾ പുഴകളായി നമുക്ക് സാന്ത്വനത്തിന്, നമുക്ക് സമാധാനത്തിന്റെ മന്ദമാരുതൻ വീശിത്തരുന്ന എത്രയോ നല്ല പുഴകളുണ്ട്. ഈ കല്ലുകൾ നമുക്ക് ദുനിയാവിൽ നമ്മളോട് ദയയും നമ്മളോട് ലാളിത്യവും കാണിക്കുമെങ്കിൽ ഇതുപോലും കാണിക്കാത്ത വർഗമാണ് ജൂതവർഗം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു. അവൻ ഏത് വർഗത്തെ അവൻ അനുസരിക്കാനാണ്? ആര് പറഞ്ഞാൽ അവൻ കേൾക്കാനാണ്? അവൻ കേൾക്കുകയില്ല. ഇത് ഖുർആന്റെ വാക്കാണ്. ഇത് അള്ളാഹുവായിട്ട് ആളുകളെ ഇറക്കി ഇവരെ മുരടോടുകൂടി പറിച്ചെറിയുകയാണ്. അതാണ് അള്ളാഹിന്റെ തർത്തീബ്. അവസാനമായിട്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഖുർആൻ പറഞ്ഞ വാക്കതാണ് അനുസരണയില്ലാത്ത വർഗം. ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യും. അത് തന്നെയാണ് അവരുടെ തർത്തീബ്.
അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ സ്ഥലത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ബർക്കത്ത് കൊണ്ടാണ് ഇന്നും നിലനിന്ന് പോകുന്നത്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അല്ലാഹു ഈ പ്രവാചകന്മാര് കടന്നു വന്ന പ്രവാചകന്മാരുടെ പാദസ്പർശം ഏറ്റതിന്റെ ബർക്കത്ത് കൊണ്ട് പല അനുഗ്രഹങ്ങളും ആ നാട്ടിൽ അല്ലാഹു വെച്ചിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളുടെ പേരിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോഴും ഈ സമുദായത്തിന് പിടിച്ചു നിൽക്കാനുള്ള ഒരു ഹെൽപ്പ് അവിടെ നൽകുന്നത്. ആ ഒരു സ്ഥലത്തിന് മറ്റൊരു പേര് ഉണ്ട്, വാദി നംല് എന്ന് പറയുന്ന ഒരു പേരുണ്ട്. വാദി നംല് ഫലസ്തീനിന്റെ മറ്റൊരു പേരാണ് ആ നാട്ടില്. അതായത് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടന്നു പോകുമ്പോ എറുമ്പിൻ കൂട്ടം സംസാരിച്ച ഒരു സ്ഥലമുണ്ട്. അതാണ് വാദുൻ നംലി എന്ന് പറയുക. ആ സംസാരം കേൾക്കാനുള്ള ഭാഗ്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു പല കഴിവുകൾ നൽകി. അതിൽ ഒരു കഴിവാണ് പക്ഷി പറവാദികളുടെ സംസാര ഭാഷകൾ മനസ്സിലാക്കാൻ, എറുമ്പിൻ കൂട്ടത്തിന്റെ സംസാര ഭാഷകൾ മനസ്സിലാക്കാൻ, അതേപോലെ കാറ്റുകളെ നിയന്ത്രിക്കാൻ. ഇതിനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകി. ഹത്താ ഇദാ അതൗ അലാ വാദി നംല് ഖാലത് നംലതു യാ അയ്യുഹൻ നംലു ദഖുലൂ മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാൻ വജുനൂദുഹു وهم لا يشعرون فتبسم ضاحكا من قولها وقال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأدخلني برحمتك في عبادك الصالحين. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടന്നു പോകുമ്പോ ആ പലസ്തീനിന്റെ മണ്ണിൽ വാദി അൻ നംലി എന്ന് പറയുന്ന സ്ഥലമെത്തി. ഹത്താ ഇദാ തൗ അലാ വാദി നംല്, എറുമ്പിന്റെ കൂട്ടം ഉള്ള സ്ഥലം, അതിന്റെ താവളം, അതിന്റെ പരിസരത്തെത്തി. قالت نملة يا أيها النمل ادخلوا مساكنكم لا يحطمنكم سليمان وجنوده وهم لا يشعرون. എറുമ്പിൻ കൂട്ടങ്ങളെ, നിങ്ങൾ എല്ലാവരും അകത്തേക്ക് കയറിക്കോളി, സുലൈമാനും പരിവാരങ്ങളും വരുന്നുണ്ട്, അവരൊക്കെ ചവിട്ടി നിങ്ങളെ കൊന്നുകളയും, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അകത്തേക്ക് കയറിക്കോളി. ഇത് ആര് കേട്ടു? സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം കേട്ടു. ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ, ചിരിച്ചു, പുഞ്ചിരിച്ചു. അത് കേട്ടിട്ട്, എറുമ്പിന്റെ സംസാരം കേട്ടിട്ട് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചിരിക്കാണ്. ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ, അല്ലാഹു എനിക്ക് ചെയ്ത ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. അല്ലാഹുവേ, ഈ ഉദരജീവികൾ പടച്ചവനെ, ഈ എറുമ്പിൻ കൂട്ടത്തിന്റെ ഭാഷ നീ എനിക്ക് മനസ്സിലാക്കി തന്നല്ലോ അല്ലാ. ഉടനെ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, ഖാല റബ്ബി ഔസിഉനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാഹ് വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ. അല്ലാഹുവേ, എനിക്കും എൻ്റെ പിതാവിനും നീ തന്ന അനുഗ്രഹം നിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാൻ നീ എനിക്ക് പ്രചോദനം നൽകണേ അല്ലാഹ്. കണ്ടോ, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഇതിലുണ്ട്. അള്ളാഹു നമുക്ക് ചെയ്തെന്ന നിഅമത്തുകൾക്ക് നന്ദികേട് കാണിക്കുമ്പം അള്ളാന്റെ ശിക്ഷ ഉണ്ടാവും. ഒരു കാലഘട്ടത്തിൽ ഫലസ്തീൻ ലോകരാജ്യത്തിന്റെ മുന്നിൽ വലിയ സമ്പന്നതയുടെ നാടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ അന്നത്തെ അഹങ്കാരങ്ങളും അവരുടെ ആ ആർഭാടങ്ങളും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാതെ വന്നു. ഒരു കാലഘട്ടം, വലിയ ഒരു കാലഘട്ടമായിരുന്നു ഒന്ന്. അന്ന് വ്യഭിചാരത്തിന് വേണ്ടിയും അനാശാസ്യ പ്രവർത്തനത്തിന് വേണ്ടിയും ആ മുഖദ്ദസായ മണ്ണിനെ അവർ ഉപയോഗപ്പെടുത്തിയപ്പോൾ അന്ന് പണ്ഡിത ഉലമാക്കൾ ഇതേപോലെ മിമ്പറിൽ നിന്നും പള്ളിയിൽ നിന്നും വിളിച്ചു പറഞ്ഞു, ഇത് അരുത്, തെറ്റാണ്, മുബാറക്കായ സ്ഥലമാണ്, ബാറകന ഹൗലഹു, അല്ലാഹു ബർക്കത്ത് ചെയ്ത സ്ഥലമാണ്, ഇതൊന്നും നിങ്ങൾ ചെയ്യരുത്, തെറ്റാണെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ പണ്ഡിതന്മാരെ, ഇന്ന് നമ്മൾ ഉലമാക്കൾ പ്രാസംഗികന്മാരൊക്കെ പറയുമ്പോൾ അതിന്റെ കീഴിൽ മോശമായ കമന്റ് ഇടുന്നതിൽ കൂടുതൽ നമ്മുടെ കാക്കാമാരാണ് എന്നതുപോലെ തന്നെ അന്നത്തെ കാക്കാമാരും പണ്ഡിതന്മാരെ തെറി വിളിച്ചു.
ഇനി വരാൻ പോകുന്നേ ഉള്ളൂ നമുക്കും. ഇന്ന് നിങ്ങൾ എഴുതി വെച്ചോളൂ ഇൻഷാ അല്ലാ. ഈ ഉലമാക്കൾ ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ, ഇനി ഇന്ത്യ രാജ്യത്തിലടക്കം വരാൻ പോകുന്ന സംഭവങ്ങൾ ആലിമീങ്ങൾ പറയുമ്പം നിങ്ങൾക്ക് ഒരു പരിഹാസമായിരിക്കും. ഇൻഷാ അല്ലാ എഴുതി വെച്ചോളിൻ. അള്ളാഹു അന്ന് കാണാനും ജീവിച്ചിരിക്കാനും ഭാഗ്യവും തൗഫീഖും ഉണ്ടെങ്കിൽ നമുക്ക് ഈ കമന്റ് അടിച്ചവന്മാർക്കല്ല അന്നൊരു വെല്ലുവിളി ഉണ്ടാകും. അന്ന് മനസ്സിലാക്കും അന്ന് ഈ പണ്ഡിതന്മാർ പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്നുള്ളത്. ഇപ്പൊ മനസ്സിലാവില്ല, ഇപ്പൊ കളിയാക്കും, ഇപ്പൊ പരിഹസിച്ചുകൊള്ളട്ടെ. അതന്നെ ആ വർഗം. ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഞങ്ങളെ പരിഹസിക്കലല്ലേ നിങ്ങളുടെ ജോലി? ഇതല്ല പറഞ്ഞ വാക്കാൻ. പ്രവാചകന്മാരോട് പറഞ്ഞെങ്കിൽ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായ പണ്ഡിത മഹത്തുക്കൾ ഇത് ലോകത്തോട് വിളിച്ചു പറയുമ്പോ നമ്മളെ പരിഹസിക്കാനുള്ള ഒരു വിഭാഗമായി നമ്മുടെ മുസ്ലിം സമുദായം അതപ്പതിച്ചു പോയി. അങ്ങനെയാണ്. എന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ അവർക്ക് കഴിവില്ലാതെ പോയി. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. മനസ്സിലാക്കാൻ പരിശുദ്ധമായ ഖുർആനോ ഹദീസോ മനസ്സിലാക്കാൻ, ഇസ്ലാമിന്റെ താരീഖുകളോ മനസ്സിലാക്കാൻ ആ വിഭാഗം തയ്യാറാകുന്നില്ല. അവര് വെറുതെ അനാവശ്യമായ കമന്റുകൾ അടിച്ചിട്ട് ഇസ്ലാമിനെയും പണ്ഡിതന്മാരെയും താറടിക്കുകയാണ്. അവര് മനസ്സിലാക്കും ഇൻഷാ അല്ലാഹ്, ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കും. ഇന്ന് ഫലസ്തീനികൾ മനസ്സിലാക്കുന്നത് പോലെ ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കും. പ്രവാചകന്മാരുടെ ശാപമേറ്റ സ്ഥലമാണ്. ഇത്ര വലിയ മുബാറക്കായ സ്ഥലത്ത് എന്തുകൊണ്ടാണ് ഈ അദാബ്? വെറുതെ അള്ളാഹു ആരെയും അള്ളാഹു ശിക്ഷിക്കുകയില്ല. മനസ്സിലാക്കണം, വെറുതെ അള്ളാഹു ആരെയും ശിക്ഷിക്കുകയില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ചരിത്രങ്ങളാണ്. നമ്മൾ വിചാരിക്കും നമുക്കിപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന്. കുഴപ്പം വരാൻ പോകുന്നതല്ലേ ഉള്ളൂ. കുഴപ്പമില്ല എന്ന് സന്തോഷിക്കേണ്ട ആരും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്കിനി സാമ്പത്തികമായി ഒരു പ്രശ്നവും ഉണ്ടാവൂല എന്ന് മനസ്സിലാക്കിയിരുന്ന ഒരു വിഭാഗമായിരുന്നു ഫലസ്തീന്റെ മക്കൾ. സ്വർണ്ണ തളികകൾ കൊണ്ട് അമ്മാനമാടിയവരായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അത്രയ്ക്ക് സമ്പന്നരായിരുന്നു. പക്ഷെ എന്തായി അവസ്ഥ? ഇന്നും അവരുടെ മണ്ണിനടിയിൽ സമ്പത്ത് കിടപ്പുണ്ട്. അത് പിടിച്ചെടുക്കാനാണ് ഈ സയനിസ്റ്റുകളുടെ തന്ത്രം. അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ കൻസ് അല്ലാഹു തആല അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് പിടിച്ചെടുക്കലാണ് ഈ പാശ്ചാത്യന്മാരുടെ ലക്ഷ്യം. മുസ്ലിമീങ്ങളുടെ കൈകളിൽ നിന്ന് പിടിച്ചെടുക്കുക. അതിനുള്ള യുദ്ധതന്ത്രങ്ങളാണ് ഈ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു തആല നിഅമത്ത് ചെയ്തു. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനെ ശുക്ർ ചെയ്തു. അല്ലാഹ്, ഇവരുടെ സംസാരം കേൾക്കാൻ നീ എനിക്ക് ഭാഗ്യം നൽകി. അല്ലാഹുവേ, എനിക്ക് നീ ചെയ്ത അനുഗ്രഹം, നിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാൻ നീ ഭാഗ്യം എന്താ അല്ലാഹ്. ഇതായിരിക്കണം ഓരോ സത്യവിശ്വാസിയുടെ ലക്ഷ്യം. അല്ലാഹു നമുക്ക് സമ്പത്ത് തന്നിട്ടുണ്ടോ, കഴിവ് തന്നിട്ടുണ്ടോ? അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാൻ അതിനൊരു ഭാഗ്യത്തിന് വേണ്ടി നമ്മൾ അല്ലാഹുവോട് ചോദിക്കണം. അതായിരുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത്. അങ്ങനെയായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് കൊടുത്തത്. ആ ബൈത്തുൽ മുഖദ്ദസിന് അധികാരം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയത്. എന്നിട്ട് അതിൽ അഹങ്കരിച്ചില്ല. അദ്ദേഹം അല്ലാഹുവോട് ദുആ ചെയ്തു, പടച്ചവനെ, എനിക്ക് നീ തന്ന ഈ അനുഗ്രഹം നിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാൻ നീ എനിക്ക് പ്രചോദനം നൽകണേ അല്ലാഹ്. എന്റെ മക്കളെ നീ നന്നാക്കണേ അല്ലാഹ്. എന്നെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അത്ര വിനയത്തിന്റെ പ്രാർത്ഥനയായിരുന്നു ബഹുമാനപ്പെട്ട സുലൈമാൻ നബി ചെയ്തത്. അപ്പോൾ ആ നാട് വാദിൻ നംലി എന്നും അറിയപ്പെട്ടു ബൈത്തുൽ മുഖദ്ദസ്. ചെറിയ കാര്യമല്ല ഇത്. ഇങ്ങനെ ഒരു യുദ്ധത്തിന്റെ ഒരു തുടക്കം ഉണ്ടാകുമെന്ന് വർഷങ്ങൾക്ക് മുമ്പേ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് സംഭവിക്കണമല്ലോ. ലാ തസാലു ഇസാബത്തും മിൻ ഉമ്മത്തി യുഖാതിലൂന അലാ അബ്വാബി ദമശ്ക് وما حولها وعلى أبواب بيت المقدس وما حولها لا يضرهم خذلان من خذلهم ظاهرين على الحق إلى يوم القيامة. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം ഉദിച്ചു വന്നുകൊണ്ടേയിരിക്കും, ഉണർന്നുകൊണ്ടിരിക്കും, വളർന്നുകൊണ്ടിരിക്കും. എന്റെ ഉമ്മത്തിന്റെ ഒരു വിഭാഗം ഡമാസ്കസിന്റെ ഓരോ മേഖലകളിൽ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ബൈത്തുൽ മുഖദ്ദസിന് വേണ്ടി അതിന്റെ ഓരങ്ങളിൽ, ഓരോ ഭാഗങ്ങളിൽ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ലാ യളുറുഹും ഖിദ്ലാനു മൻ ഖദലഹും. ആരെല്ലാം അവരെ തളർത്താനും തകർക്കാനും ശ്രമിച്ചാലും അതെല്ലാം പുല്ലുവില നൽകിക്കൊണ്ട് അതെല്ലാം വലിച്ചെറിഞ്ഞ് ളാഹിരീന അലൽ
അലൽ ഹഖ്, ഞങ്ങൾ തീവ്രവാദികളും ഭീകരവാദികളുമല്ല, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന വർഗമാണ് എന്ന് മനസ്സിലാക്കി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അവർ ആ ഖുദ്സിന് വേണ്ടി പോരാടുമെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി അല്ലാഹു റസൂൽ തങ്ങൾ പറഞ്ഞ വാക്കാണ്. അപ്പോൾ ഇത് നടന്നുകൊണ്ടേയിരിക്കും.